ആരൊക്കെ ഇടപെട്ടിട്ടും യാതൊരു മാറ്റവുമില്ലാതെ മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇരുഭാഗത്തെയും ജനങ്ങളിൽ നിന്നും കടുത്ത എതിർപ്പ് ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഈ ചോരക്കളി എന്ന് തീരുമെന്ന് ചോദിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കുകയല്ലാതെ മറ്റൊന്നും നടന്നിരുന്നില്ല. ഇപ്പോഴിതാ പുതിയ ഉപാധികളില്ലാതെ ഇസ്രായേലുമായുള്ള യുദ്ധം തീർക്കാൻ വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് സമ്മതമറിയിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. US മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഉപാധികളില്ലാതെ അംഗീകരിക്കുന്നുവെന്നും ഹമാസ് അറിയിച്ചിരിക്കുകയാണ്. റോയിറ്റേഴ്സ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസിന് വേണ്ടി വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ അൽ ഹയ്യ, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി, ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് ഗമേൽ എന്നിവർ ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ കരാറുണ്ടാക്കാൻ നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും 11 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കൽ ഇതൊന്നും സാധിച്ചിരുന്നില്ല. CIA ഡയറക്ടർ വില്യം ബേൺസും ചർച്ചകളിൽ പങ്കാളിയാണ്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ US പ്രസിഡന്റ് ജോ ബൈഡൻ ജൂണിൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചിരുന്നു. 3 ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുകയും ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ ഏർപ്പെടുത്തുകയും എന്നിവയാണ് കരാറിന്റെ പ്രധാന ഭാഗം. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 6 ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്ന് UN അറിയിച്ചു. സെൻട്രൽ ഗാസയിൽ UN നടത്തുന്ന സ്കൂളുകളിൽ ഒന്നിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ആക്രമണത്തിൽ ഇത്രയും പേർ മരിക്കുന്നതെന്ന് UN അറിയിച്ചു. ഇസ്രായേൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അൽ ജൗനി സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടുവെന്ന് ആശുപത്രി അധികൃതരും ഹമാസ് സിവിലിയൻ ഡിഫൻസ് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന ക്യാമ്പിന് നേരെയാണ് ആക്രമണമുണ്ടായത്.